മമ്മൂക്കിയുടെ ഫുൾ നെയിം? മുഹമ്മദ് കുട്ടി. നിന്റെ പേര് മമ്മൂട്ടി എന്നാണ്? അല്ല അതെ അഞ്ചു പറമ്പിലാണ്. മുഹമ്മദ് കുട്ടി ഇസ്മായിൽ പനിപ്പറമ്പിൽ. അതാണ്. ഞാൻ മലയാളത്തിലെ ഒരു ഡയലോഗ് പറയാം, പ്ലസ് നവരസങ്ങളിലെ ഏതൊരു രസം വേണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആ ഡയലോഗ് ആ രസത്തിൽ നിങ്ങൾ ഇപ്പൊ നീ എന്റെ ഫ്രണ്ട് ആണെന്ന് പറയാൻ പോലും ഐ ഫീൽ അഷെയിംഡ്. ഇപ്പോഴാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. എന്റെ ഫ്രണ്ടാന്ന് പോലും പറയാൻ ഏതൊക്കെ നമ്മൾ പിടിക്കാൻ വരുന്നതൊക്കെ ചിന്തിച്ചു നോക്കിയാൽ, അതായത് കോസൊക്കെ റിയൽ ആണെങ്കിൽ നമ്മൾ പിടിക്കുന്നത് നമ്മൾ ഓടി രക്ഷപ്പെടണം, എങ്ങനെ രക്ഷപ്പെടും, ഞാൻ ഇടയ്ക്ക് ഇതൊക്കെ ചിന്തിക്കും. എന്റെ ഉള്ളിലൊരു സൈക്കോ. നമ്മുടെ മനസ്സിൽ മൊത്തം ഇപ്പൊ കളങ്കാവ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടേ ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ടോക്ക് ഓഫ് ദി ടൗൺ. ഇന്ന് എന്റെ കൂടെ ഉള്ളത് നമ്മൾ ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന കളം കാവൽ എന്ന മമ്മൂക്ക ചിത്രത്തിലെ നായികമാരാണ്. 5 പേരാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. വി ഹാവ് വിത്ത് us കാത്രിൻ മറിയ, സ്മിത ചേച്ചി, അബി സുഹാന, അമൃത വിജയ് ആൻഡ് അനുപമ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. സോ എന്താണ് വിശേഷം എന്ന് ഞാൻ ചോദിക്കുന്നില്ല, നമുക്കറിയാം കളംകാവലാണ് വിശേഷം. ഞാൻ എവിടെ നിന്നാ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് കൺഫ്യൂഷനിലാണ്. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കളംകാവലിനെ പറ്റി പറയൂ. പുറത്തുനിന്ന് നല്ല അടിപൊളി റിവ്യൂസ് ഒക്കെയാണ് കേൾക്കുന്നത്. സോ ഹൗ ഡു യു ഫീൽ? ഭയങ്കര പ്രൗഡാണ്. ഇപ്പം നമ്മൾ തിയേറ്റർ വിസിറ്റും പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ചെന്ന് നേരിട്ട് എല്ലാവരുടെയും റെസ്പോൺസ് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ലൈക്ക് എല്ലായിടത്തും നമ്മൾ പോയ തിയേറ്റേഴ്സ് എല്ലാം ഹൗസ്ഫുൾ ആണ്. അപ്പം ചെല്ലുമ്പോൾ തന്നെ ഭയങ്കരമായ നല്ല രീതിയിൽ അവർ സ്വീകരിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മള് മമ്മൂക്കയുടെ നായികയായി ഒരു മൂവിയിൽ വന്ന് അതിനെ റെപ്രസെന്റ് ചെയ്ത് ഓഡിയൻസിന്റെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് ഭയങ്കര അടിപൊളിയാണ്. സൂപ്പർ. ഇത് താങ്കളുടെ ഫസ്റ്റ് മൂവി അല്ല? മമ്മൂക്കയുടെ കൂടെ ഫസ്റ്റ് മൂവി അല്ല, നായികയായിട്ട് ഫസ്റ്റ് മൂവി, അതും കോമ്പിനേഷൻ സീൻസ്. എല്ലാവരുടെ കേസും അത് തന്നെയാണ്. സോ ഹാപ്പിയാണ് മൊത്തത്തില്? ഭയങ്കരമായിട്ട് ഹാപ്പി. ഓക്കെ. സുമ ചേച്ചി എങ്ങനെയാ ഈ ഒരു മൂവിയിലോട്ട് എൻ്റർ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു മമ്മൂക്കയുടെ കൂടെ ഇത് എന്റെ 4ാമത്തെ മൂവിയാണ്. പിന്നെ മമ്മൂക്കയുടെ കൂടെ എത്ര മൂവി ചെയ്താലും നമുക്ക് വീണ്ടും വീണ്ടും ഫസ്റ്റ് ചെയ്യുന്ന ഒരു ഇത് തന്നെ കിട്ടുക, ഒരു അനുഭവം വെച്ചാല് അതൊരു പ്രത്യേകതയാണ്. ഇപ്പൊ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓരോ സീനൊക്കെ ഉള്ളൂ. ഇപ്പൊ എനിക്കായാലും ജസ്റ്റ് ഒരു ഷോട്ട് മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോലും അത് മമ്മൂക്കയുടെ കൂടെ എന്ന് പറയുമ്പോൾ ഉള്ളൊരു സന്തോഷം ഭയങ്കര. പ്രത്യേകിച്ച് ആ 21 അല്ലെ 23 നായികമാരിൽ ഒരാളാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യം. അത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഇതായിട്ടാണ് ഞാൻ കാണുന്നു. പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഞാൻ ഒന്നും എടുത്ത് പറയാണ്, അസിസ്റ്റന്റ് ഡയറക്ടർ ആണ്, അസോസിയേറ്റ് ആണ് ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ. അതെ, മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇന്നിപ്പോ എന്റെ കൂടെയുള്ള എല്ലാവരും. അബി സുഹാന നമ്മുടെ ഒരു ഫാമിലി മെമ്പർ കൂടിയാണ്. ഓക്കെ, നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. അബി സുഹാന, ഐ എം സോ പ്രൗഡ് ഓഫ് യു. ഓക്കെ, മൈൽസ്റ്റോൺ മെമ്പർ എന്നുള്ള രീതിയിൽ. സോ ഹൗ ഡു യു ഫീൽ നൗ? സന്തോഷം തന്നെയല്ലേ? വളരെയധികം സന്തോഷമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് ചെയ്തു വെച്ചൊരു കാര്യം നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും ബെറ്റർ ആവുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ആ ഒരു സർപ്രൈസ് എലമെന്റ് നല്ലതായിട്ട് ആസ്വദിക്കുന്നത്. ഇപ്പം അത് അങ്ങനെ ഒരു അടിപൊളി ഫീൽ ഉണ്ട്. പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യുന്നു, ആൾക്കാര് സിനിമയെ പറ്റി സംസാരിക്കുന്നു. അപ്പൊ നമ്മള് പണ്ട് സ്റ്റേജ് ഷോസ് ഒക്കെ വരുമ്പോ സ്ഥിരം ആർട്ടിസ്റ്റുകൾ സംസാരിക്കുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ പുറത്തു പോകുമ്പോ തിരിച്ചറിയുന്നു, പ്രേക്ഷകർ നമ്മുടെ കഥാപാത്രത്തെ ഉൾക്കൊള്ളുന്നു എന്നൊക്കെ ഉള്ളത്. അവർക്ക് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണ്, എന്തുമാത്രം അവർ ആസ്വദിച്ചു, എന്തുമാത്രം അവരത് എന്താ പറയാൻ ലക്കി ആയിട്ടും പ്രിവിലേജ്ഡ് ആയിട്ടും കാണുന്നു. മീൻസ് സോ ഹാപ്പി ആ ഒരു കാര്യത്തില്. അങ്ങനെ ഐ നെവർ വോണ്ട് ടു ടേക്ക് ദിസ് ഫോർ ഗ്രാന്റഡ് എവർ. അടിപൊളിയായിട്ടുണ്ട്. മനസ്സിലായ ആൾക്കാർ എന്തുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യുന്നു ഇപ്പഴാ മനസ്സിലാവുന്നത്. പിന്നെ നമുക്കൊരു തിരിച്ചുപോക്കില്ല, പറ്റില്ല. അത് സിനിമ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റില്ല. അമൃത എന്താ പറയാനുള്ളത്? എനിക്ക് നല്ലൊരു സിനിമേന്റെ ഭാഗമാവുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ലക്കാണ്. അങ്ങനെ കളങ്കാവലിന്റെ ഭാഗമാവാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ സിനിമ കണ്ട് വളരെ ചെറിയൊരു പോർഷനാണ്, പക്ഷെ അത് കണ്ട് നമുക്ക് അറിയാത്ത കുറേ പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നു, നമ്മൾ തിരിച്ചറിയുന്നു, നല്ലതായി എന്ന് പറയുന്നു, സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു.
അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട്. സൂപ്പർ, അടിപൊളിയാണ്. ഓക്കെ, സിനിമ ഒരുമിച്ച് പോയി കാണാൻ പറ്റിയിരുന്നോ അതോ തിയേറ്ററിൽ നിന്ന് ഡയറക്റ്റ്ലി നമുക്ക് റെസ്പോൺസ് കിട്ടുന്നത് വേറെ നല്ലൊരു എക്സ്പീരിയൻസ് ഇല്ലേ? ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? ഫസ്റ്റ് നമ്മൾ കണ്ടത് നമ്മളെല്ലാവരും ഫസ്റ്റ് ഷോ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു ക്രൂവിന്റെ കൂടെ അതായിരുന്നു. പക്ഷെ അന്ന് രാവിലെ കണ്ടപ്പോ ഒരു ചെറിയൊരു ഉള്ളിലൊരു ടെൻഷൻ, എന്താ പറയാ, നമ്മുടെ സീൻ എവിടെ വരുന്നതെന്ന് നമുക്കറിയില്ല, നമ്മള് എത്ര വരും ഒന്നും അറിയില്ല, കട്ട് ചെയ്ത് പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പിന്നെ എന്താ പറയാ, നമ്മൾ ചെയ്ത് വെച്ചൊരു കാര്യം കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക്. പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം ഓരോ സീൻസ് വരുമ്പോഴും മമ്മൂക്കയുടെ സീനൊക്കെ ആണെങ്കിലും എല്ലാവരും കൈയടിക്കുമ്പോഴും നമ്മള് നമ്മുടെ ഒരുപാട് മൂവീസ് നമ്മൾ ഇതുപോലെ കാണാൻ പോയിട്ട് പ്രേക്ഷകരായി നിന്ന് നമ്മൾ കൈയടിച്ചിട്ട് വന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ചെയ്തു വെച്ചൊരു കാര്യം ബാക്കിയുള്ളവർ കൈയടിച്ച് അതൊരു ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. അതൊരു അടിപൊളി മൊമെന്റ് ആയിരുന്നു. പിന്നെ സെക്കൻഡ് ടൈം കാണാൻ പോയി, അന്ന് ഈവനിങ് തന്നെ PVR കാണാൻ പോയി. അപ്പൊ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിരുന്നു. ഓക്കെ, നമ്മൾ ഈ ചിത്രത്തെ പറ്റി സംസാരിക്കുമ്പോൾ മമ്മൂക്കയുടെ അതിഭീകരമായിട്ടുള്ള, ഭീകരം എന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും അല്ലെ, അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ്. ഈ ഒരു മനുഷ്യൻ ഈ കഴിഞ്ഞ ഒരു 5-6 വർഷം കൊണ്ട് എന്തൊക്കെയാ ചെയ്യുന്നത്, എന്തൊക്കെയാ തൊടാത്തതെന്ന് നമുക്കറിയില്ല. ആ ലെവൽ ഓഫ് പെർഫോമൻസ് ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾ എല്ലാവരും ഓഫ്കോഴ്സ് മമ്മൂക്ക ഫാൻസ് തന്നെ അല്ലേ? മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ഒരു കോള് വരികയാണ്, എന്താ തോന്നിയേ ഫസ്റ്റ്? മമ്മൂക്കേന്റെ കൂടെ, മമ്മൂക്കേന്റെ ഒരു നായികയായിട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് പ്രാങ്കാന്നാ. ഞാൻ ആദ്യം വിചാരിച്ചു നമ്മള് അത് അത്രയും ക്ലാരിറ്റിയോടെ നമുക്ക് നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന ഇത്രയും വലിയൊരു പൊസിഷൻ ഭയങ്കര ഒരുപാട് പടവുകൾ കയറിയായിരിക്കും നമുക്ക് വരിക. അപ്പൊ പിന്നെ 10 പേരിൽ ഒരാൾ, 5 പേരിൽ ഒരാൾ, അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എത്തും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇങ്ങനെ കോമ്പിനേഷൻ സീനുണ്ട്, ഡയലോഗ്സ്, അങ്ങനെ എല്ലാ ക്യാരക്ടർ ആയിട്ടുള്ള ഒരു റോളാണ്, മമ്മൂട്ടി കമ്പനിയിലതാണ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ ഉറക്കപ്പിച്ചിൽ എണീറ്റ് ഓക്കെ എന്ന് പറഞ്ഞെങ്കിലും എന്റെ മനസ്സിലത് പ്രാങ്ക് കോളായിരുന്നു. പിന്നെയാണ് അത് കൺഫേം ചെയ്യുന്നത്, ഓക്കെ ഒറിജിനൽ കോൾ ആയിരുന്നു. അങ്ങനെ ഇറ്റ് വാസ് സച്ച് എ ബിഗ് പ്രിവിലേജ്. അങ്ങനെ മമ്മൂട്ടി കമ്പനിയുടെ 2 മൂവീസും ചെയ്തതിലും ആ സെറ്റിൽ എത്തുന്നവരെ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ മമ്മൂക്കയുടെ കൂടെ ചെയ്യാൻ പോകുന്നത്. കണ്ണൂർ സ്ക്വാഡാണ് ഫസ്റ്റ് മൂവി. സെറ്റിൽ എത്തുന്നവരെ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ മമ്മൂക്കയുടെ കൂടെ ഒരു കോമ്പിനേഷൻ ആണ് ചെയ്യാൻ പോകുന്നതെന്ന്. 2 മൂവിലും അങ്ങനെ തന്നെയായിരുന്നു. കളങ്കാവലിൽ വന്നപ്പം ഞാൻ ഫസ്റ്റ് ഡേ ചെന്നു, ലുക്ക് ടെസ്റ്റ് ചെയ്തു. കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് നമ്മുടെ സീൻ ഇങ്ങനെയാണ്, ഒരു കല്യാണം സീനാണ്. അപ്പോഴും ഞാൻ കല്യാണം, ഓക്കെ ഈ പടത്തിൽ ആരോ കല്യാണം കഴിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് മമ്മൂക്കയാണ്, ഞാൻ ഒന്നുകൂടെ പറഞ്ഞ ആരാ കല്യാണം കഴിക്കണേ, ശരിക്കും അവസ്ഥയായിരുന്നു. അപ്പൊ മമ്മൂക്കയാണ്. പിന്നെ അത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് കുറച്ച് സമയം എടുത്തു. പക്ഷെ ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് ഇവിടേക്കുള്ള ഒരു ട്രാൻസിഷൻ ഭയങ്കര സർപ്രൈസിങ് എലിമെന്റ് തന്നെയായിരുന്നു. അങ്ങനെയാണ്, അതായിരുന്നു എന്റെ മൊമെന്റ്, ഞാനിത് അറിഞ്ഞ മൊമെന്റ്. എനിക്ക് അറിയില്ലായിരുന്നു സത്യസന്ധമായിട്ട്, ഇവർക്കൊക്കെ അറിയായിരുന്നു മമ്മൂക്കയുടെ കൂടെ ചെയ്യാൻ പോവാണെന്നുള്ളൊരു കാര്യം അറിയായിരുന്നു. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു ദിവസം ഒരു കോൾ വരുവാണ്, ഇങ്ങനെ ഒരു മൂവി നടക്കുന്നുണ്ട്, മമ്മൂട്ടി കമ്പനിയുടെ ഒരു മൂവി നടക്കുന്നു, ഒന്ന് ലൊക്കേഷനിലോട്ട് ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ എത്തുമ്പോഴും ഇപ്പൊ മമ്മൂക്ക അതിൽ ആക്ട് ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ എന്താ നടക്കാൻ പോണെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഓൺ ദ വേ ഇങ്ങനെ ചോദിക്കുകയാണ് ചേട്ടനോട്, ചേട്ടാ എന്താ റോള് എന്ന് ചോദിക്കുക. അപ്പൊ പുള്ളി വളരെ കാഷ്വൽ ആയിട്ട് എന്നോട് പറഞ്ഞു മമ്മൂക്കയുടെ കാമുകിയായിട്ടാണ് ചെയ്യാൻ പോണേന്ന്. അപ്പൊ ഞാനിങ്ങനെ ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ പറഞ്ഞു ഒരു നാൾ വിളിക്കും, പുച്ഛം വേണ്ട എന്നുള്ള രീതിയിൽ. പിന്നെ അങ്ങനെ പോയി ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഡയലോഗ്സ് ഇങ്ങനെ സ്ക്രിപ്റ്റ് തന്നപ്പോഴാണ് എന്റെ ഡയലോഗിന്റെ അടിയിൽ മമ്മൂക്കയുടെ ഡയലോഗ് ഇങ്ങനെ. അപ്പൊ ഞാൻ ശരിക്കും കൊള്ളാലോ. അപ്പോഴാണ് ഞാൻ അറിയുന്നത് മമ്മൂക്കയുടെ കൂടെയാ ചെയ്യാൻ പോണേന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്നത് ഞാനും മമ്മൂക്കയുടെ കൂടെ ഇത് സെക്കൻഡ് മൂവിയാണ്. ഫസ്റ്റ് ഡൊമിനിക് ആയിരുന്നു. ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് മമ്മൂട്ടി കമ്പനിയിലുള്ളത്. അത് നമ്മളോട് വിളിച്ച് പറയുന്നതായാലും സെറ്റിലായാലും എന്താ പറയുക, എല്ലാ കാര്യത്തിലും എല്ലാ സൈഡ് നോക്കുകയാണെങ്കിലും നമ്മളെ വളരെ കംഫർട്ടബിൾ ആക്കി വളരെ നല്ല രീതിയിൽ പ്രൊഫഷണൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് മമ്മൂട്ടി കമ്പനിയിലുള്ളത്. അത് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. എന്റെ മമ്മൂക്കയുടെ കൂടെ ആദ്യ മൂവി കാതലാണ്, ഞാൻ അതിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അപ്പോ അവിടെ നിന്നാണ് എനിക്ക് കണ്ണൂർ സ്ക്വാഡിലേക്കുള്ള കോള് വരുന്നത്. അപ്പൊ അതിൽ ഞാൻ ചെറിയൊരു റോള് റോണിയേട്ടന്റെ വൈഫായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ മൂന്നാമത്തെ മൂവിയാണ് ഇപ്പോ കളങ്കാവലി ചെയ്തത്, മൂന്നാമത്തെ മൂവി. അപ്പോ ഇതേപോലെ എനിക്ക് 2 റോള് പറഞ്ഞിരുന്നു, ഇതിൽ ഏതാണെന്നുള്ളത് കൺഫർമേഷൻ ആയിട്ടില്ല. അപ്പോ അന്ന് അസിസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചില്ല മമ്മൂക്കയുടെ കൂടെ ഇങ്ങനെ ആഗ്രഹമുണ്ട് നമുക്ക്, പക്ഷെ അഭിനയിക്കാൻ പറ്റുന്നൊന്നും അങ്ങനെ വിചാരിച്ചിട്ടില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന സിനിമാ നടൻ മമ്മൂക്കയാണ് നമ്മുടെ നാട്ടിൽ. അതെ, നമ്മുടെ നാട്ടിലാണ് പഴശ്ശിരാജന്റെ ഷൂട്ട് നടന്നിരുന്നത്. അപ്പൊ ഞാനും അമ്മയും കൂടെ കാണാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന്
ഒരേ സ്ക്രീൻ ഷെയർ ചെയ്യുന്നു, അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തുന്നു വിചാരിച്ചിട്ടില്ല. അപ്പൊ ഉറപ്പായിട്ടും സന്തോഷം, അതിൽ കൂടുതൽ ഒന്നുമില്ല, ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ മോസ്റ്റ് ഓഫ് യു മമ്മൂട്ടി കമ്പനിയുമായിട്ടോ മമ്മൂക്കയുമായിട്ടോ ഒക്കെ എങ്ങനെയൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നായികയായിട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് മമ്മൂട്ടിയുടെ കൂടെ നേരത്തെ അഭിനയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഞാനിപ്പോ അതിന് തൊട്ട് മുമ്പ് ക്രിസ്റ്റഫർ ആയിരുന്നു ചെയ്ത പോലീസ് ഓഫീസറായിട്ട്. അത് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. ചേച്ചി നമ്മളിങ്ങനെ കാണുമ്പോ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ആളാ അതിനകത്തെ. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ക്രിസ്റ്റഫർ ചെയ്യുമ്പോ പോലീസ് വരെയായിട്ട്. അപ്പൊ അതിലും ഇതേപോലെ നമുക്ക് ചോദിച്ചു, ഉണ്ണികൃഷ്ണൻ സാറിനോട് ചോദിച്ചു, ഇതാരാളുടെ പേരെന്താ, അവള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് വായിന്ന് കേക്കാന്ന് പറയുമ്പോ ഉണ്ടല്ലോ, അവള് നല്ല ബാസുള്ള ശബ്ദമാണ്, നല്ല വേഷമൊക്കെ കിട്ടി, അവള് കയറി പോകുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മമ്മൂക്ക പോയ പാട് തന്നെ എല്ലാവരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരാൾ അന്വേഷിച്ചായിരുന്നു. ആര്? മമ്മൂക്ക. പിന്നെ മമ്മൂക്ക. നമുക്ക് ഒരിക്കലും അത് നമ്മൾ ചിന്തിക്കുന്നില്ല. മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഭാഗ്യം. പിന്നെ മമ്മൂക്ക നമ്മളെ കുറിച്ചൊരു നല്ല അഭിപ്രായം പറഞ്ഞു. കാരണം അതിനകത്തും ചെറിയ വേഷമാണ്, പക്ഷെ അത് ശ്രദ്ധിച്ച്, അതാണ് മമ്മൂക്കയുടെ ഇതെന്ന് പറഞ്ഞാല്, മമ്മൂക്ക എല്ലാവരെയും ശ്രദ്ധിക്കും. എന്താണ്, ഏതാ, എങ്ങനെയാ. ചില മമ്മൂക്കയുടെ വായിന്നൊക്കെ ഒരു അഭിപ്രായം കേൾക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവാർഡ് കിട്ടുന്നേക്കാളും വലിയൊരു. നമ്മള് കുറച്ചു കാലം മുന്നേ മമ്മൂക്കിനെ പറ്റി കേൾക്കുമ്പോഴത്തേനും പൊതുവെ കേൾക്കുന്നത് ആള് കുറച്ച് ചൂടനാ, ഇച്ചിരി ടഫാണ് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ എന്നൊക്കെ നമ്മള് കേൾക്കും കേട്ടോ. ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്ന് പുള്ളിക്കാരൻ ഇപ്പൊ കുറെ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്ത ആൾക്കാരോട് സംസാരിക്കുമ്പോഴേ അല്ലെ എന്ത് നല്ലൊരു മനുഷ്യൻ. എനിക്ക് എന്താ അറിയോ, ഈ പലപ്പോഴും നമ്മൾ ഈ കേട്ടറിവ് മാത്രം വെച്ച് ജഡ്ജ് ചെയ്യുന്ന ഒരു പ്രശ്നം. ഈവൻ ഞാൻ മമ്മൂക്കനെ കാണുന്നതിന് മുൻപ് നമ്മുടെ മനസ്സിലും സെറ്റിലേക്ക് പോകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. അയ്യോ പുള്ളി ഭയങ്കര ചൂടനാണെന്ന് കേൾക്കുന്നുണ്ട്, സ്ട്രിക്റ്റ് ആണെന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ടെൻഷൻ, അയ്യോ ഇത് ഫസ്റ്റ് കാണുമ്പോ തന്നെ ഒരു പുള്ളിയുടെ വായിന്ന് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ല. ഫസ്റ്റ് ഇംപ്രഷൻ പോയാൽ പിന്നെ നമുക്ക് അഭിനയിക്കേണ്ടതാണ്. പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി വെക്കുന്ന, കാരണം അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉടനീളം ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. ഡൊമിനിക്കിലാണെങ്കിലും ഇപ്പൊ കളങ്കവലിലാണെങ്കിലും. അപ്പൊ അദ്ദേഹത്തെ പോലെ ഇത്രയും സ്റ്റാർഡത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും എന്താ പറയാ, ലോകം മുഴുവൻ അറിയുന്ന ഒരാൾക്ക് നമ്മളെ അങ്ങനെ ഒരു കംഫർട്ടബിൾ ആക്കി വെക്കേണ്ട യാതൊരു ഉത്തരവാദിത്വം ഇല്ല, അല്ലെ? അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷെ പുള്ളി വന്ന് നമ്മളോട് സംസാരിക്കുന്ന ഒരു രീതിയും നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയും കാണുമ്പോ നമുക്ക് തോന്നും, ഇതൊക്കെ ആരായി പറഞ്ഞു വിടുന്നതിനുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിൽ തോന്നും. ഞാൻ കേട്ടിട്ടുള്ള വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മമ്മൂക്ക കൂടെ അഭിനയിക്കുന്ന എല്ലാരെയും ടേക്ക് കെയർ ചെയ്യും. അതായത് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനെ ചെയ്ത് നോക്കൂ. അപ്പൊ അങ്ങനെയുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷൻ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ പുള്ളി, ഇപ്പൊ ഞാൻ പ്രീസ്റ്റ് മമ്മൂക്കയുടെ കൂടെ ചെയ്തിട്ടുണ്ട് കന്യാസ്ത്രീയായിട്ട്. ഇപ്പൊ നമുക്ക് അവര് വെച്ചാല് മമ്മൂക്ക വരുന്നതിന് മുമ്പ് അസോസിയേറ്റ് ഒക്കെ വന്നിട്ട് നമ്മളിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ തന്നെ ചെയ്യണം, മാറിപ്പോവരുത്, അങ്ങനെ ഇങ്ങനെയൊക്കെ കറക്റ്റ് ആയിട്ട് മമ്മൂക്കയാണ്. അപ്പൊ നമുക്ക് ഓൾറെഡി മമ്മൂക്കയുടെ കൂടെ ചെയ്യണത്, ഇതും കൂടെ കേൾക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, നമ്മൾ കാരണം രണ്ടാമതൊരു ടേക്ക് പോവോ, എന്തായിരിക്കും എന്നുള്ള ടെൻഷൻ തന്നിങ്ങനെ ഹൈയിൽ വെച്ചേക്കുന്ന സമയത്ത്, ഇതേപോലെ പ്രീസ്റ്റ് ഞാൻ ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക വന്നിട്ട് എന്നോട് കൂളായിട്ട്, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ ബാക്കിൽ നോക്കാം, എന്നോട് ഇങ്ങനെ തട്ടിയിട്ട് കൂൾ ഒരു പ്രശ്നമില്ല, നമുക്ക് ഓക്കെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. ഫസ്റ്റ് ഇതിൽ ജസ്റ്റ് പൊസിഷൻ മാറിയ കാരണം മമ്മൂക്ക തന്നെ എന്നോട് പറഞ്ഞു, ഒരു പ്രശ്നമില്ല, ഞാൻ നിൽക്കേണ്ടടുത്ത് ഞാൻ നിന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഉണ്ടാവുന്ന നമ്മളുടെ ഒരു ഇതുണ്ടല്ലോ, അത് നമ്മൾ പ്രതീക്ഷിക്കണില്ല. കാരണം ഞാൻ ഫസ്റ്റ് ടൈം അത്ര അടുത്ത് പ്രീസ്റ്റിലാണ് മമ്മൂക്കയുടെ കൂടെ ചെയ്യണേ. ഡയലോഗ്സ് ഉണ്ട് കുറെ, മമ്മൂക്കയ്ക്ക് ആകെ ഒരു ഒറ്റ ഡയലോഗ് എന്നോട് ചോദിക്കുന്നുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ മറുപടി പറയണം ഒക്കെ ഉണ്ട്. പക്ഷെ അതോടുകൂടി നമുക്കൊരു ഒരു സമാധാനം വരും. കാരണം അത്രയും നേരം അസോസിയേറ്റ് ഒക്കെ നമ്മളെ പറഞ്ഞിങ്ങനെ വെച്ചേക്കുന്നതാണ്. ഇപ്പൊ കളങ്കാവിലാണെങ്കിലും ചെറിയൊരു ജസ്റ്റ് ഒരു ഷോട്ട് ഉള്ളൂ, പക്ഷെ വന്നു എന്താ പേരെന്തായിരുന്നു എന്ന് എന്നോട് ചോദിച്ചു ഫസ്റ്റ്, സ്മിത. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ക്രിസ്റ്റഫർ. ഓക്കെ അപ്പൊ നമുക്ക് ഓക്കെ അല്ലേ, തുടങ്ങാം. നമ്മളുടെ മനസ്സിൽ എന്താ പറയാ, ആ ഒരു കുളിർമഴ പെയ്യോ. ഒരു പ്രാവശ്യം പുള്ളിയെ നേരിട്ട് കണ്ടാൽ തീരാന്നുള്ളതേ ഉള്ളൂ. പഴശ്ശിരാജയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഇന്നലെ ഇന്റർവ്യൂല് പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ മമ്മൂക്കനെ കാണുന്നത് പഴശ്ശിരാജ കണ്ണൂർ ഷൂട്ടിലാണ്. ഞാൻ മമ്മൂക്കനെ കാണുന്നത് ഫസ്റ്റ് ടൈം. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ മമ്മൂക്ക ഇങ്ങനെ മുമ്പിലൂടെ പാസ് ചെയ്ത് പോകുമ്പോ ആൾക്കാർ നിൽക്കുമല്ലോ, കാരണം നല്ല ഒരു ഞങ്ങളുടെ നാട്ടിലെ എല്ലാരും പോയി. കാരണം മമ്മൂക്ക വന്നെന്ന് പറയുമ്പോ, പ്രത്യേകിച്ച് ഞാൻ കണ്ണൂര് ചെങ്ങൽ എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ മമ്മൂക്കൊന്നും അവിടെ വരാനുള്ള ചാൻസ് പിന്നെ ഇനി ഇല്ല, വേറെ കാണാനൊരു ചാൻസ് കിട്ടുമെന്ന് നമുക്ക് അറിയില്ല. എല്ലാരും ഇങ്ങനെ എന്താ പറയാ, ഓൾ വില്ലേജ് അവിടെയാണ്, ഷൂട്ടിന്റെ അവിടെയാണ്.
അപ്പൊ എല്ലാവരും ഇങ്ങനെ ക്രൗഡ് വെച്ച് മമ്മൂക്കനെ തൊടാതിരിക്കാൻ വേണ്ടി എല്ലാവരും നിൽക്കുന്നത്. ഞാനിങ്ങനെ ഇങ്ങനെ പോകുമ്പോ ഞാനിങ്ങനെ പഴശ്ശാചിലും മമ്മൂക്കൊക്കെ ഒരു ഇതുണ്ടല്ലോ, അതായത് മേൽമുണ്ട് പോലെ അങ്ങനത്തെ ഡ്രസ്സാണല്ലോ. അപ്പൊ ഞാനിങ്ങനെ പോകുമ്പോ ആ മേൽമുണ്ട് ഇങ്ങനെ തൊട്ടു. ഞാൻ എല്ലാവരോടും പറഞ്ഞു മമ്മൂക്കയുടെ ഡ്രസ്സ് തൊട്ടു. അപ്പൊ അവിടുന്ന് തൊട്ട് നമ്മള് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുക അല്ലെ, ആ ഒരു രീതിയിൽ നമ്മളത് ചിന്തിക്കുന്നേ ഇല്ല. കാരണം അതൊക്കെ ഒരു ഡ്രീമിനപ്പുറം, വെറുതെ ഒരു ഡേ ഡ്രീം കാണാന്നൊക്കെ പറയില്ല, അതിനപ്പുറം നമ്മൾ ഒരിക്കലും അതൊരു റിയാലിറ്റിയിലേക്ക് വരുന്നുള്ള ഒരു കാര്യം നമ്മളെ മൈൻഡിലേ പോകുന്നില്ല. ഞാനൊന്നും പ്രതീക്ഷിച്ചേ ഇല്ല ഞാനൊരു സിനിമാ നടിയാവും. പക്ഷെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഭയങ്കര ആഗ്രഹം. കാരണം ഞാൻ സത്യം പറഞ്ഞ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ചില അന്നൊക്കെ ഈ വനിതാ മനോരമയിലൊക്കെ ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോസ് മമ്മൂക്ക, ലാലേട്ടൻ ഇവരെയൊക്കെ ഫോട്ടോ വെട്ടി ഒട്ടിച്ച് ഒരു ആൽബം പോലെ തയ്യാറാക്കുമായിരുന്നു. എന്റെ 3-4 ഉണ്ട് ആ ടൈമിലൊക്കെ. ഇത് തന്നെ അമ്മയും അച്ഛനൊക്കെ കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് റൂമിൽ കയറിയിട്ട് പക്ഷെ അന്നൊക്കെ ഞാൻ പറയുന്നത് വെച്ചാല് നമ്മള് ചിന്തിക്കുന്നത് നമുക്കൊന്നും എന്തായാലും സിനിമയിലൊന്നും അഭിനയിക്കാൻ പറ്റില്ല, ഷൂട്ട് കാണാൻ തന്നെ പറ്റുമോ. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു പ്രായമൊക്കെ ആയിട്ട് വയസ്സാവുമല്ലോ അന്ന് ഞാൻ സിനിമയിൽ അഭിനയിക്കും, ഒരു പടത്തിലെങ്കിലും ഞാൻ അഭിനയിക്കും. കാരണം വയസ്സാവുമ്പോ ഇത്ര ഗ്ലാമർ വേണ്ട. നമ്മളെ ചിന്ത അങ്ങനെയാണ്, സിനിമയിലൊക്കെ അഭിനയിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്ലാമർ ഉള്ള ആൾക്കാർ, അപ്പൊ നമ്മൾ വയസ്സാവുമ്പോ അതൊന്നും വിഷയമല്ലല്ലോ എന്നാണ് അന്നത്തെ ചിന്ത. ആഗ്രഹങ്ങൾ അല്ല അങ്ങനെ എന്റെ വീടിന്റെ അടുത്ത്, ഞാൻ വണ്ടൂര് മലപ്പുറം ജില്ലയില് തിരുവാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ വീട്. ഞാൻ സ്കൂളിൽ ഒരു അവാർഡ് പടം ഷൂട്ട് നടക്കുന്നു ശങ്കറിന്. അങ്ങനെ സ്കൂളിൽ നിന്ന് വിളിക്കുകയാണ്, ഇങ്ങനെ ഷൂട്ട് നടക്കുന്നുണ്ട്, ഒരു ടീച്ചറെ വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് വരുമോ എന്ന് വിളിക്കും. നമ്മളൊരു പ്രതീക്ഷയല്ല, ഷൂട്ട് പോലും മര്യാദയ്ക്ക് കാണാത്ത ഞാൻ അന്ന് ജോലിക്ക് പെട്ടെന്ന് സാരി എടുത്ത് കൊടുക്കുന്നു, പോകുന്നു. ഞാൻ അന്ന് സ്കൂളിൽ MTA പ്രസിഡന്റ് ആയിരുന്നു. ശ്രീധരേട്ടൻ എന്ന് പറഞ്ഞ ഒരു PTA പ്രസിഡന്റ് ഉണ്ട് തിരുവാലി സ്കൂളിൽ. പുള്ളിയാണ് വിളിക്കുന്നത്. ഞാൻ പുള്ളി ഒരിക്കലും മറക്കില്ല. പുള്ളി വിളിച്ചില്ലെങ്കിൽ ഞാൻ പറയേ ആ ഒരു മൊമെന്റ് ആരോ ചെല്ലുന്നു, ഡയലോഗ്സ് തരുന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഡയലോഗ്. ഞാൻ പോയി അഭിനയിക്കുന്നു, 1 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞ് ഞാൻ എന്റെ ജോലിക്ക് പോവുകയും ചെയ്തു. അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ ടേക്ക് ഓഫ്. ഇങ്ങനെ ഒരു 10-20 മൂവി ഇപ്പൊ ചെറിയ ചെറിയ വേഷം, മിന്നൽ മുരളി, വാഴ, ക്രിസ്റ്റഫർ, ഇപ്പൊ കളങ്കാവലിൽ വന്ന് നിൽക്കുന്നു. ഇനിയിപ്പോ 1-2 മൂവി ഇറങ്ങാനുണ്ട്. വരട്ടെ, വെയിറ്റിംഗ്. അപ്പൊ നമുക്ക് അറിയാം നിങ്ങൾ ഇത്രയും നേരം സംസാരിച്ചില്ലെങ്കിൽ മമ്മൂക്കനെ പറ്റിയിട്ട് വാതോരാണ്ട് എല്ലാരും സംസാരിക്കുന്നുണ്ട്. സോ നമുക്ക് മമ്മൂക്കനെ പറ്റിയിട്ട് ഉള്ള ഒരു സെഗ്മെന്റിലോട്ട് പോയാലോ? ഓക്കെ, ഇത് മമ്മൂക്കയുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മമ്മൂക്കനെ പറ്റിയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. എവിടെ നിന്ന് വേണോ ആൻസേഴ്സ് പറയാം, ആർക്ക് വേണോ ആൻസേഴ്സ് പറയാം കേട്ടോ. ഞാൻ നോക്കട്ടെ നിങ്ങളെ ഏറ്റവും നല്ല മമ്മൂക്ക ഫാൻ, ബെസ്റ്റ് മമ്മൂക്ക ഫാൻ ഞാൻ ഇവിടെ ഇന്ന് ഡിക്ലെയർ ചെയ്യും. ഇതേ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്യാം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. റെഡി അല്ലേ? ഇല്ല, ചോദിച്ചാൽ ചിലപ്പോ പണി കിട്ടും. ഓക്കെ, തുടങ്ങാം. മമ്മൂക്കയുടെ ഫുൾ നെയിം? മുഹമ്മദ് കുട്ടി. പോട്ടെ. അല്ല, അതെ പറമ്പിലാണ്. അല്ല, മുഹമ്മദ് കുട്ടി മുഹമ്മദ് കുട്ടി ഇസ്മായിൽ പനിപ്പറമ്പിൽ. മുഹമ്മദ് കുട്ടി മുഹമ്മദ് കുട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം മമ്മൂട്ടി എന്നുള്ള പേര് വന്നത് അങ്ങനെ. പറമ്പിൽ ഞാൻ പറഞ്ഞു, അതെ, പറമ്പിൽ പറഞ്ഞു. ഒരു 1/2 മാർക്ക് എല്ലാരും മുഹമ്മദ് കുട്ടി പറഞ്ഞു. നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് ഡീലാക്കാലോ. അല്ല, മമ്മൂക്കാന്ന് പറഞ്ഞ പിന്നെ അതിന്റെ അപ്പുറം നമ്മൾ വേറൊന്നും ചിന്തിക്കുന്നില്ല. ഓക്കെ, ചുറ്റുമല്ലോ പിന്നെ കാണാൻ പറ്റില്ല. മമ്മൂക്കയ്ക്ക് പോലും ഇപ്പൊ അതൊന്നും ഓർമ്മയില്ല. മമ്മൂക്ക ഞങ്ങൾക്ക് പറയാവുന്ന സ്റ്റാൻലി ദാസിനെയാണ്. ആണോ? ശരി, ഓക്കെ. മമ്മൂക്ക ജനിച്ച വർഷം ഏകദേശം ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും? എനിക്ക് ആ ഒരു ഏരിയയിൽ വന്നാൽ മതി. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളായിരിക്കും കറക്റ്റ് ആൻസർ പറയാം. ഉറപ്പാണോ? കൺഫേം ആണോ? 1962. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കി. 2025 ആകുമ്പോ നമുക്കുള്ള ഒരു ഏജ് ഒക്കെ വെച്ചിട്ട് അത്രയൊക്കെ ഉണ്ടോ? 1951. അയ്യോ, ഫോൺ എടുത്തു. 71. 1971 or 70
ഏയ് 70 അല്ല ബാക്കിലേക്ക് ഞാൻ 51 എന്നല്ലേ പറഞ്ഞത്? ഞാൻ 50 Correct 70 answer. 51 Exact 51. ഓ ഇത് കഴിയുമ്പോ എന്റെ ദൈവമേ നമുക്ക് Okay. ഒരു മാർക്ക്. ഞാൻ Okay. 60 അഭിസുഹാനെയാണ് ഇപ്പൊ ലീഡ് ചെയ്യുന്നത്. നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. മമ്മൂക്കയുടെ ടോട്ടൽ നമ്പർ ഓഫ് ഫിലിംസ് എത്ര മൂവീസ് ചെയ്തിട്ടുണ്ട്? ഇതും എനിക്ക് 400 ഓൾമോസ്റ്റ് something 400 Okay. 423. 400 and ഓക്കെ ഞാനും എവിടെയും 423 അതെ കണ്ടിട്ടുണ്ട് പക്ഷെ 435 ഓക്കെ എന്റെ 430 ഇത് പ്രകാരം 400 ആണ് ഫിലിംസ്. 400 400 plus പ്ലസ് സംതിങ് ആണ്. ആ. ഇത് ഞാൻ എല്ലാവർക്കും ലൈക് സെയിം മാർക്സ് തരാം കേട്ടോ. Okay. താങ്ക് യു ഓക്കെ ഫൈൻ. നമ്പർ ഓഫ് നാഷണൽ അവാർഡ്സ് മമ്മൂക്കയ്ക്ക് കിട്ടിയ നമ്പർ ഓഫ് നാഷണൽ അവാർഡ്സ് ഇന്നലെ പറയാം 3 എനിക്കറിയില്ല കറക്റ്റ് ആൻസർ. 3 നമ്മൾ എല്ലാവരും പറഞ്ഞു. ഓക്കെ 3 കറക്റ്റ് ആൻസർ. സോ അമൃത ഓക്കെ ഫൈൻ. അടുത്തത് നമ്പർ ഓഫ് സ്റ്റേറ്റ് അവാർഡ്സ് 7. എക്സാക്ട്ലി സൂപ്പർ. Thank you. നമ്മൾ ആലോചിക്കുന്നതായിരുന്നു. ഇത് എങ്ങനെ ശരിക്കും അത് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് മനസ്സിലായി. കോൺസ്പിറസി എന്നൊക്കെ. ഓക്കെ മമ്മൂക്ക ഡെബ്യൂ അഭിനയിച്ച ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഡെബ്യൂ ചെയ്ത ആ മൂവിയുടെ പേര്? അത് മറന്നു. അടൂർ ബാസി സാറിനോട് അതെ. പട്ടിന്റെ പേര് എനിക്ക് ഡയലോഗ് ഓർമ്മയുണ്ട്. ഏതാ? ഓടിപ്പോയി. ഇത് തന്നെ ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻ മറ്റേ question അതല്ല. അതാണോ എന്റെ തോണിക്കാരനായിട്ട് മറ്റേ അല്ല ജൂനിയർ അതല്ലല്ലോ. തോണിക്കാരനായിട്ട് അതെ, അതെ, അതെ. അതെ അതാണ് അതെ. ഫസ്റ്റ് തോണിക്കാരൻ. ആ സീൻ പോലെ എനിക്ക് ഓർമ്മയുണ്ട്. ഷർട്ട് ഇല്ലാണ്ട് മുണ്ടും തലയെ കെട്ടും അതെ, ഒരു എല്ലാം ഞാൻ സമ്മതിച്ചു. പക്ഷെ ആ പാട്ട് ചോദ്യം പേര്. അതല്ല. അക്ഷരം പറയൂ. ഒരു രണ്ടക്ഷരം ഇതൊക്കെ കേട്ട്. ഇങ്ങനെ പെട്ടെന്ന് ഒരു ക്ലൂ തരാം. അനുഭവങ്ങൾ. പാളിച്ചകൾ അനുഭവങ്ങൾ പാളിച്ചകൾ. അനുഭവങ്ങൾ സാക്ഷി. അതെ അനുഭവങ്ങൾ പാളിച്ചകൾ. ആ അപ്പൊ ഞാൻ അതാണ് സിനിമയുടെ പേര്. ഓക്കെ അപ്പൊ ചേച്ചി സ്കോർ ചെയ്ത് അവിടെ. ഓക്കെ മമ്മൂക്ക പഠിച്ച കോളേജ് മഹാരാജാസ്. എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. ശരി മമ്മൂക്ക LLB പഠിച്ച എവിടെയാ? മഞ്ചേരി അല്ല വർക്ക് ചെയ്തതാണ്. സോറി മഞ്ചേരിയിലായിരുന്നു പുള്ളി. മമ്മൂക്ക LLB പഠിച്ച എവിടെയാ? അപ്പൊ പഠിച്ചത് എവിടെയാന്ന് എനിക്കറിയില്ല. വർക്ക് ചെയ്തത് മഞ്ചേരിയാ, മലപ്പുറം ജില്ലയിൽ. LLB പഠിച്ച എവിടെ ആയിരിക്കും? എറണാകുളമായിരിക്കും. എറണാകുളത്ത് എവിടെ ആയിരിക്കും? നമ്മുടെ ലോ കോളേജ്. സിമ്പിൾ അല്ലേ? അത് കഴിഞ്ഞു പെട്ടെന്ന് ചിന്തിക്കുന്നതേ. ചേച്ചി കുറച്ച് ഇപ്പൊ സ്കോർ ചെയ്ത് നിൽക്കട്ടെ. നിങ്ങൾ ഓൾമോസ്റ്റ് സെയിമിൽ നിൽക്കാണേ. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. മമ്മൂക്കയുടെ 3 തമിഴ് മൂവീസിന്റെ പേര് 3 പേര് പറയാം. മമ്മൂക്കയുടെ 3 തമിഴ് മൂവീസിന്റെ പേര്. ഓക്കെ ദളപതി ഉണ്ട്. ദളപതി. കം ഓൺ. അയ്യോ എടോ മമ്മൂക്ക 10-16 സിനിമ അഭിനയിച്ചിട്ടുണ്ട് തമിഴില്. അത് കട്ട് ചെയ്തിട്ട് മമ്മൂക്ക എന്നോട് എന്തോ സിനിമ പറ്റി സംസാരിച്ചേ? ഓക്കെ ദളപതി ഒന്നും കൂടി ഇല്ലേ? കണ്ടുകൊണ്ടേ കണ്ടു. എക്സാക്ട്ലി. ഇത് ഞാൻ എങ്ങനെ കൊടുക്കും? കണ്ടുകൊണ്ടേന്റെയൊക്കെ പാട്ട് ഞാൻ ദിവസവും കേൾക്കുന്നത്. എന്നിട്ട് അല്ലെങ്കിൽ ഇത് വെറുതെ കിട്ടുന്നത് പെട്ടെന്ന് ചോദിക്കുമ്പോഴേ ഞാനും അതായിരിക്കും. ഞാനിത് പാർക്കാ കൊടുക്കാന്നുള്ളത്. ഞാൻ പേരന്റ് പറഞ്ഞു. ആ അല്ല ഇവിടെയും പറഞ്ഞു. ആ അല്ല മൊത്തത്തിൽ നിങ്ങൾ തീരുമാനിച്ചത് ആരാ ഏറ്റവും കൂടുതൽ ആൻസേഴ്സ് പറഞ്ഞത്? അങ്ങനെയൊന്നുമില്ല. ഏറ്റവും കൂടുതൽ പറഞ്ഞു. പുള്ളിക്കാരി ആദ്യം ഇത് ഞങ്ങൾക്ക് വളരെ നാണക്കേടുള്ള കാര്യമാണ്. ഇത് ഓക്കെ നിങ്ങൾ എല്ലാരും മമ്മൂക്ക ഫാൻസ് തന്നെ. ഞാനും നിങ്ങളും എല്ലാരും ഈ കണ്ടോണ്ടിരിക്കുന്നവർ എല്ലാരും. ഇപ്പൊ നമുക്കൊരു ബെസ്റ്റ് ഫാൻ അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാരും മമ്മൂക്കയുടെ അതുകൊണ്ട് fans നമ്മൾ ആണ്. സമയങ്ങൾ നമ്മള് എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ചില സമയത്ത് അതെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ സീനായിരിക്കും. ഇല്ല സംഭവം എന്താ അറിയോ? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നിങ്ങൾ ചുമ്മാ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാണ്ടിരിക്കുമ്പോഴത്തേക്ക് 5-6 സിനിമയല്ല 10 സിനിമയൊക്കെ മനസ്സിലായി. പെട്ടെന്ന് ചോദിക്കുമ്പോഴത്തേന് നമ്മുടെ മൈൻഡ് ഒന്ന് സ്റ്റക്ക് നമ്മുടെ ആവും. മനസ്സിൽ മൊത്തം ഇപ്പൊ കളങ്കാവ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നോണ്ടേ ചേച്ചി ഇതാണ് നടി. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അല്ല നമുക്കടെ കുറെ ക്യാരക്ടേഴ്സ് കുറെ മൈൻഡിൽ വന്നു. ഇപ്പൊ നമ്മള് ഒരു മിനിറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം വരും. പക്ഷെ ഇപ്പൊ നമ്മളെ ഒരു മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് അടുത്ത അല്ല നമുക്ക് ബ്രേക്ക് എടുക്കാം. അല്ല അതുകൊണ്ടല്ല നമുക്ക് segments ഇനിയും ഉണ്ട്. കളങ്കാവലാണ്. കളങ്കാവലല്ലാതെ ഓക്കെ മനസ്സിലില്ല. ഓക്കെ 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 അടുത്തത് ഒരു സ്പെഷ്യൽ സെഗ്മെന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ എല്ലാരും നായികമാരാണ്, അഭിനയം ഇഷ്ടപ്പെടുന്നവരാണ്, അഭിനയിക്കുന്നവരാണ്, ഓക്കെ മികച്ച അഭിനേത്രിമാരാണ്. ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാൻ പോവാണേ. ഞാൻ മലയാളത്തിലെ ഒരു
ഡയലോഗ് വീണ്ടും പറയും. task ആണല്ലോ. ആ ഡയലോഗും പറയും. പ്ലസ് നവരസങ്ങളിലെ ഏതൊരു രസം വേണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആ ഡയലോഗ് ആ രസത്തിൽ നിങ്ങൾ ഇപ്പൊ അഭിനയിച്ചു അയ്യോ അതൊക്കെ ഈ ഡയലോഗ് വെരി സിമ്പിൾ ഡയലോഗ്. തോന്നി ഈ മലയ്ക്ക് മുകളിൽ കൊണ്ടിട്ടത് മലയ്ക്ക് മുകളിൽ കൊണ്ട് നിർത്തിയത് താഴോട്ടിടാനാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ തന്നെ ഫസ്റ്റ് അഭിനയിച്ച് കാണിച്ചു തരാം. അഭിനയമല്ല, ഞാൻ മോഡുലേഷൻ ഇട്ടുതരാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന, നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നിറം സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ? ഓക്കെ, അതിനകത്ത് നമ്മുടെ ആരായിരുന്നു, ശാലിനി ചേച്ചി, പുള്ളിക്കാരത്തി പറയുന്ന ഡയലോഗാണ് യു ചീറ്റ്. ഓക്കെ, യു ബ്ലഡി ചീറ്റ്. മിണ്ടരുത് നീ. നീ എന്റെ ഫ്രണ്ട് ആണെന്ന് പറയാൻ പോലും ഐ ഫീൽ അഷെയിംഡ്. ഈ സാധനം നമുക്ക് കരച്ചില് വേണ്ട, അതാണ് അതിനകത്ത് പറയുന്നത് പുള്ളിക്കാരത്തി. ഓക്കെ, അപ്പൊ പറയാൻ പറ്റുന്നതാണ്. മിണ്ടരുത് നീ, അത്രയെങ്കിലും കൊണ്ടെത്തിക്കണം. യു ചീറ്റ്, യു ബ്ലഡി ചീറ്റ്. മിണ്ടരുത് നീ, നീ എന്റെ ഫ്രണ്ട് ആണെന്ന് പറയാൻ പോലും ഐ ഫീൽ അഷെയിംഡ്. ഏകദേശം ഒക്കെ അവിടെ എത്തിച്ചാൽ മതി. യു ചീറ്റ്, മിണ്ടരുത് നീ. അടിപൊളി. കൈയടി 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 കൈയടി. ഓക്കെ, സൂപ്പർ. കണ്ടോ 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 ഇല്ല, സെക്കൻഡ് ഞാൻ തീർക്കില്ല. എനിക്ക് ശൃംഗാരം വേണം. അതാരും ചെയ്യും. യു ചീറ്റ്, യു ബ്ലഡി ചീറ്റ്, മിണ്ടരുത് നീ, നീ എന്റെ ഫ്രണ്ട് ആണെന്ന് പറയാൻ പോലും ഐ ഫീൽ അഷെയിംഡ്. സൂപ്പർ. ഓക്കെ, സൂപ്പർ. യു ചീറ്റ്, ബ്ലഡി ചീറ്റ്, മിണ്ടരുത് നീ, നീ എന്റെ ഫ്രണ്ട് ആണെന്ന് പറയാൻ പോലും ഐ ഫീൽ അഷെയിംഡ് അല്ലേ? യു ചീറ്റ്, യു ബ്ലഡി ഇപ്പോഴാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. മിണ്ടരുത് നീ, നീ എന്റെ ഫ്രണ്ട് ആണെന്ന് പോലും പറയാൻ ഐ ഫീൽ അഷെയിംഡ്. സൂപ്പർ. എനിക്ക് ദേഷ്യം വരുന്നതെന്ന്. അടിപൊളി അടിപൊളി. ഇനിയുണ്ട്, ഇനി നമുക്ക് ബീബൽസ് ഉണ്ട്, നമുക്ക് ഡിസ്കസ്റ്റിംഗ് അങ്ങനെയൊക്കെ പറയേണ്ടത്. യു ചീറ്റ്, ബ്ലഡി ചീറ്റ്, മിണ്ടരുത് നീ എന്നൊക്കെ പറയേണ്ടി വരും. സർപ്രൈസ് ഉണ്ട്, അത്ഭുതം. അതെ, മറ്റൊന്നൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ വല്ല ഇപ്പൊ നിന്നോട് പറയാൻ പറ്റുള്ളൂ. യു ചീറ്റ്, ബ്ലഡി ചീറ്റ്, മിണ്ടരുത് നീ, അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. കൊറേ ഇങ്ങനെ ഇതായിട്ട് വരുന്നേ ഉള്ളൂ. പോരട്ടെ, നമുക്ക് ഇനിയുണ്ട്. ഏതാ, ഹാസ്യമുണ്ട്, കരുണുണ്ട്, വീരമുണ്ട്, ഭയാനകമുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും കൈ പോയി കരുണ പഠിക്കാൻ നോക്കെ. അതന്നെ. യു ചീറ്റ്, ബ്ലഡി ചീറ്റ്, മിണ്ടരുത് നീ, നീ എന്റെ ഫ്രണ്ടാണെന്ന് പറയാൻ പോലും I feel ashamed. എടോ അടിപൊളി. ഒന്ന് പച്ച പിടിച്ച് വരാൻ പച്ച പിടിക്കും. നമുക്ക് വേണം. ഇല്ല ഇല്ല, നമുക്ക് ഇടയ്ക്ക് വന്ന ന്യൂസിലൊക്കെ നമുക്ക് കട്ട് കളയാം. നല്ല നോക്കി ഇടണം കേട്ടോ. അയ്യോ, ഒന്ന് ആലോചിക്കട്ടെ. എന്താ വേണ്ടേ? നമുക്കിനി സർപ്രൈസ്, മറ്റേ അത്ഭുതമൊക്കെ ഉണ്ട്. അത്ഭുതം പിടിച്ചോ, എളുപ്പാ. അതാണ് ഞാൻ പറയാനൊക്കെ. ഞാൻ മമ്മൂക്കയോടാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, റെഡി, ക്യാമറ റോളിംഗ്, ആക്ഷൻ. എന്താ ഒരു മിനിറ്റ്, ഞാൻ ഏത് പറയണമെന്ന് ആലോചിക്കട്ടെ. അത്ഭുതമാണോ ബീബൽസമാണോ? ഭയാനകമുണ്ട്, ഡിസ്കസ്റ്റിംഗ്. അതോ ഞാൻ തന്നെ കണ്ടുപിടിച്ച ഏതെങ്കിലും എനിക്ക് ഡിഫറെന്റ് സാധനം കിട്ടിയാൽ വേണ്ട. അടിപൊളി. യു ചീറ്റ്, യു ബ്ലഡി ചീറ്റ്, നിന്റെ ഫ്രണ്ട് ആണെന്ന് പറയാൻ പോലും വേണ്ട. സൂപ്പർ, സീരിയസ്ലി സൂപ്പർ. വലിയൊരു കൈയടി, അടിപൊളി. ലാസ്റ്റ് കുറെ സാധനങ്ങൾ അവരെ എടുത്തോണ്ട് പോയി. ഓക്കെ, ഇനി നമുക്ക് ഇനിയുണ്ട്. നമുക്ക് ഹാസ്യമുണ്ട്, നമുക്ക് രൗദ്രമുണ്ട്, നമുക്ക് ഭയാനകമുണ്ട്. ഒന്നും വേണ്ട, ഞാൻ കുറച്ച് സാഡ് ആയിട്ട് പറയാം. ശരി. യു ചീറ്റ്, യു ബ്ലഡി ചീറ്റ്, നീ എന്റെ ഫ്രണ്ട് ആണെന്ന് പറയാൻ പോലും ഐ ഫീൽ അഷെയിംഡ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ചുമ്മാ അല്ല, മമ്മൂട്ടി കമ്പനി നിങ്ങൾക്കൊക്കെ റോൾ തന്നാന്ന് വിളിച്ചതെന്നൊക്കെ നമുക്ക് മനസ്സിലായി. അടുത്ത മമ്മൂക്ക പടത്തിലൊക്കെ ചിലപ്പോ ചാൻസ് വന്ന് ഇത് കേൾക്കുന്നതോടുകൂടി അങ്ങനെ എല്ലാരും ഒന്നായിട്ട് ചെയ്തില്ലേ? എല്ലാരും ഒന്നായിട്ട് ചെയ്തില്ലേ? ഒരു വലിയ കൈ കൊടുത്തോ.
ഓക്കെ, നമുക്ക് ഇനി അടുത്ത സെഗ്മെന്റിലോട്ട് പോകാം. പേടിക്കണ്ട, ഇത് ടാസ്ക് ഒന്നും അല്ല കേട്ടോ. ഇത് നമ്മുടെ ലാസ്റ്റ് സെഗ്മെന്റ്. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിക്കുന്നതാണ്. ഓക്കെ ഓക്കെ, ഇതിന് നമുക്ക് കളംകാവൽ റൗണ്ട് എന്നോ അല്ലെങ്കിൽ സീരിയൽ കില്ലർ റൗണ്ട് എന്നോ ഒക്കെ വിളിക്കാം. ഓക്കെ, ഞാൻ കുറച്ച് സിറ്റുവേഷൻസ് പറയും, ഇതിൽ നിങ്ങളൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഭയങ്കര സിമ്പിൾ ആണേ. ഓക്കെ, നിങ്ങൾ ശരിക്കും റിയൽ ലൈഫിൽ സ്നേഹിച്ച ഒരു വ്യക്തി സൈക്കോ കില്ലർ, സീരിയൽ കില്ലർ ആണ് എന്ന് അറിയുന്ന നിമിഷം നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും? അറിയുന്ന നിമിഷം ഒന്നുമില്ല, പോകുന്ന വഴിക്ക് പുല്ല് കൊടുക്കാന്നൊക്കെ ഓടി ഓടി രക്ഷപ്പെട്ടേക്കാം. ഇല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് കുറച്ച് ബുദ്ധിപരമായി നമ്മൾ ചിന്തിക്കണം. ഒന്നും അറിയാത്ത രീതിയിൽ നിന്നിട്ട് നൈസായിട്ട് പോയിട്ട് അറിയുന്ന വല്ല പോലീസുകാരെയോ അല്ലേ ഒരു മെസ്സേജ് പെട്ടെന്ന് ഒരു ലൊക്കേഷൻ ഒക്കെ അയച്ചു കൊടുത്ത് നമ്മൾ ബുദ്ധിപരമായി നിങ്ങൾ നമ്മൾ പതറരുത്. പതറണം തോന്നും. വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും മറുപടി ഉണ്ടോ? അത് നമ്മള് സൈക്കോപാത്തിനെയാണ് പ്രേമിക്കുന്നതെന്നുണ്ടെങ്കിൽ അയാളുടെ പ്രവൃത്തിയിൽ എവിടെയെങ്കിലും നമുക്കൊരു പാർട്ട് ഉണ്ടാവും. അതാദ്യം ക്ലീൻ ചെയ്തിട്ട് ഞാൻ പതുക്കെ പോയി പറയും. ഇതൊന്നും അങ്ങനെ ഒരു റിയാക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പോയി നമ്മളൊരു കേസ് കൊടുത്തിട്ടോ ഒന്നുമല്ല. പുള്ളി ഒരു സൈക്കോപാത്താണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ലൈഫ് സേഫ് ആക്കുക. നമ്മൾ നമ്മുടെ ലൈഫ് ആദ്യമേ സേഫ് ആക്കുക. അതിനുള്ള വഴികൾ കാണുക. അതിനുശേഷം എന്താണോ നമുക്ക് എടുക്കേണ്ട സ്റ്റെപ്പ് അതെടുക്കുക. അതല്ലാതെ എനിക്ക് തോന്നുന്നു ഒരു സൈക്കോപാത്തിന്റെ പിന്നാലെ നമ്മൾ പോയി നിന്നിട്ട് യാതൊരു കാര്യവും. അതൊക്കെ പക്ഷെ പെട്ടെന്ന് അറിയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ മനസ്സറിഞ്ഞ് സ്നേഹിച്ചത് ഇങ്ങനൊരാളെ ആണെന്ന് അറിയുന്ന ഒരു മൊമെന്റിൽ ഈ പറഞ്ഞതൊന്നും നമ്മുടെ മൈൻഡിൽ വരില്ല. സാധാരണ നമുക്ക് മാറി നിന്ന് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ചിലപ്പം ചെയ്യാം. പക്ഷെ ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, നമ്മൾ ആ അറിയുന്ന ഒരു സംഭവം ആയി പോകുന്ന ഒരു ഇത് കാണും. പിന്നെ നമ്മൾ അതിനെ കുറിച്ച് അവിടെ നമുക്ക് വിഷമമാണോ സങ്കടമാണോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് അത്രയും നമ്മൾ മനസ്സ് കൊടുത്ത് സ്നേഹിക്കുന്ന ഒരാള് ആ മൊമെന്റില് പുള്ളി ഇങ്ങനെയാണെന്ന് അറിയുന്ന ഒരു സമയം നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള കിളി പോയ സമയത്തൊക്കെ നമ്മള് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. അതെ, പിന്നീട് നമ്മള് കാരണം ഇനി അങ്ങോട്ട് ഈ വ്യക്തി ഇല്ല, നമ്മളാണ് നമ്മുടെ ലൈഫിലുള്ളത്. സോ ഓൾ ദ ഫോക്കസ് ഷുഡ് ബി ഓൺ അസ്. ഒരു നിമിഷം നമ്മള് അടിപൊളി. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം നമുക്ക്. നിങ്ങളുടെ റൂംമേറ്റ് ഒരു സീരിയൽ കില്ലർ ആണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. നിങ്ങളുടെ കൂടെ താമസിക്കുന്ന നിങ്ങളുടെ റൂംമേറ്റ്, നിങ്ങൾ അത് എങ്ങനെ റിയാക്ട് ചെയ്യും? വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ. എനി റിലേഷൻഷിപ്പ്, ഇതിപ്പോ നമ്മള് ഹസ്ബൻഡ്, റൂംമേറ്റ്, ഫ്രണ്ട്സ് അങ്ങനെയൊന്നും റിലേഷൻഷിപ്പ് സ്റ്റേ അവേ ഫ്രം ദാറ്റ്, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ പെട്ടെന്ന് അറിയുവാണെങ്കിൽ, പെട്ടെന്നാണ് ഒരു മൊമെന്റിലാണ് നമ്മളത് അറിയുന്നതെങ്കിൽ എങ്ങനെ നമ്മൾ അവിടുന്ന് എസ്കേപ്പ് ആവാന്നേ നമ്മൾ പാനിക് ആവാതെ എങ്ങനെ നൈസായിട്ട് അവിടുന്ന് ഊരാം എന്ന് ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള നമ്മള് മുടി കെട്ടിപ്പിണഞ്ഞിരിക്കുന്ന പോലെ ഇത് പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് ഈർത്തെടുത്തെടുത്തെടുത്ത് അതിനെ സ്ട്രെയിറ്റ് ആക്കി അങ്ങ് കളയണം. അല്ലാതെ പെട്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ അടുത്ത ടാർഗറ്റ് നമ്മളായിരിക്കും. മാത്രമല്ല നമ്മുടെ പാറ്റേൺ അവർക്ക് അറിയായിരിക്കും. ഓഫ്കോഴ്സ് റൂംമേറ്റ് ആണെങ്കിൽ പാറ്റേൺ അറിയായിരിക്കും, നമ്മൾക്ക് ഇഷ്ടമുള്ള ഫുഡ് അത് ഇത് എല്ലാം അറിയായിരിക്കും. അതിലൊരു ചെറിയ വ്യതിയാനം വരുമ്പോഴേ മാനിപ്പുലേഷൻ ചിലപ്പോ തുടങ്ങാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് നമ്മൾ ആ സാധാ പോലെ ഇരിക്കാൻ വേണം. നമ്മൾ വേറൊരു സൈക്കോപാത്താണ് ആ സമയത്ത് ഇതിൽ നിന്നൊന്ന് ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടി. ഞാനിങ്ങനെ പണ്ട് ചിന്തിക്കും, അതായത് എപ്പോഴും ഇങ്ങനെ ഒരേ രീതിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു എന്റർടൈൻമെന്റ് വേണ്ട. എനിക്ക് ഹൊറർ മൂവീസ് ഒക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കും, ഏതൊക്കെ നമ്മൾ പിടിക്കാൻ വരുന്നതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി. അതായത് ഗോസ് ഒക്കെ റിയൽ ആണെങ്കിൽ നമ്മൾ പിടിക്കാൻ വരുന്നത് നമ്മൾ ഓടി രക്ഷപ്പെടണം, എങ്ങനെ രക്ഷപ്പെടും? ഞാൻ ഇടയ്ക്ക് ഇതൊക്കെ ചിന്തിക്കും. എന്റെ ഉള്ളിൽ ഒരു സൈക്കോ അതിന്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ. ഇനി അടുത്ത ചോദ്യം, നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുമ്പോ കൂട്ടത്തിൽ ഒരു സൈക്കോപാത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു സേഫ് സോൺ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആലോചിക്കാം. ഓക്കെ, അപ്പോ എന്തായാലും നമുക്കറിയാം കളംകാവൽ വലിയൊരു ഹിറ്റ് തന്നെയാവും, ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും തിയേറ്ററിലൊക്കെ നിറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ നായികന്മാരെ എല്ലാവരെയും പറ്റിയിട്ടും നിങ്ങളുടെ എല്ലാവരുടെ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടും എടുത്തു പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. സോ അതൊരു ചെറിയ കാര്യമല്ല. അപ്പോ ഇനിയും ഓടട്ടെ, 100 ദിവസവും 200 ദിവസവും ഒക്കെ കഴിഞ്ഞ് അത് ഓടട്ടെ. OTT-ലും ഒക്കെ റിലീസ് ആകുമ്പോൾ അത് വലിയ ഒരു ഹിറ്റ് തന്നെ ആവട്ടെ. പ്ലസ് നിങ്ങൾക്ക് ഇനിയും തുടർന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലിട്ട നല്ല നല്ല ക്യാരക്ടേഴ്സ് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.